ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹോമിയോ ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. എല്ലാ മാസവും ഞാൻ പോകാറുള്ളതാണ്. അലർജിയുടെ അത് ആയിട്ട് പോകുന്നതാണ് ഡോക്ടറെ കാണാനായിട്ട്. ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ അവിടെ തിരിച്ചിറങ്ങി. ഭാഗ്യത്തിന് മഴ വന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നിലൊക്കെ ആണെങ്കിൽ ഇൻ്റർലോക്ക് വിരിച്ചത് കാണാനുണ്ട്. വെള്ളം കെട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ അവർ വിരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ബിൽഡിങ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞാലും ഒന്നും കൂടി ഫ്ലോറൊക്കെ അത് പൊക്കിയിട്ട് ഇൻ്റർലോക്ക് ഇട്ട് ലെവലാക്കും. ഇതാണ് വളയന്തോട് പാലം എന്ന് പറയുന്നൊരു പാലമാണിത്. ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എടക്കഴിയൂർ നിന്ന് കുറഞ്ഞിയൂർ, അതുപോലെ എടക്കര, അങ്ങനെ ആ വഴിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ പാലം വരുന്നത്. ഇവിടുത്തെ ഈ ഭാഗത്തുള്ള ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണത്. ഇതിൻ്റെ താഴെ കൂടെ പോണത് കനാല് പുഴയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കുറഞ്ഞൊരു റൂട്ടിലേക്കാണ് ഇപ്പോൾ തിരിച്ചിട്ടുള്ളത്. ഇത് ഇൻ്റർലോക്ക് വിരിച്ചിട്ടുള്ളൊരു റോഡാണ്. പുതുക്കി പണിതാണ്. മുമ്പ് ആകെ തകർന്നിരുന്ന റോഡായിരുന്നു. ഇത് ഏകദേശം 2 വർഷമായി കാണും ഇൻ്റർലോക്കെല്ലാം വിരിച്ചിട്ടൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് എന്ന് പറയാനും പറ്റില്ല കേട്ടോ. ഇടയ്ക്ക് ഇൻ്റർലോക്ക് വിട്ടിട്ട് സാധാ ടാറുമുണ്ട്. ചെറിയൊരു പാലമുണ്ട്. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ അവിടെ ഒന്ന് താഴ്ന്ന ഭാഗമായിട്ട് അവിടെ വെള്ളം കെട്ടി കിടക്കുക. നല്ലൊരു ലൊക്കേഷനാണ് ഈ പോകുന്ന ഈ റൂട്ടൊക്കെ. നല്ലൊരു കാണാൻ രസമുള്ള തനി ഗ്രാമീണ സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ നമ്മളൊരു കാഴ്ച കണ്ടു. ഒരു മരം കടപുഴകി വീണ് കിടക്കുന്നു. റോഡ് സൈഡിൽ നിന്നൊരു മരമാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നു. കുറച്ച് ഇൻ്റർലോക്കിൻ്റെ ഭാഗം ഇളകി പോയിട്ടുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് കുറഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലം. കുറഞ്ഞൂർ വഴി പോകുന്നത്. കുറഞ്ഞൂരിൽ നിന്ന് വടക്കേക്കാട്, അതുപോലെ തന്നെ അങ്ങനെ എടക്കര, ആ വഴിക്ക് പോകുന്ന റൂട്ടാണ് നമ്മൾ വന്ന് കയറിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു റോഡ് നല്ലൊരു റോഡാണ്. ഒരു കുഴിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്തായിട്ടുള്ള റോഡാണ്. ഏകദേശം ഒരു 2 വർഷമായും തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ടാറിങ് കഴിഞ്ഞിട്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രൈവിങ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് കൂടിയാണ്. നല്ലൊരു സ്മൂത്തായിട്ടുള്ള റോഡാണ്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്കൊരു ജീപ്പ് റിവേഴ്സ് എടുക്കുന്ന കണ്ടു. മലപ്പുറം ഈ 10B എന്നൊക്കെ പറയുമ്പോൾ കുറേ കൊല്ലം മുമ്പത്തെ മോഡലാണ്. ഒരു 10-30 കൊല്ലം മുമ്പത്തെ AIB ഒക്കെ. തൊണ്ണൂറ്റി 93 ആയിട്ട് വരും. സാധാരണ കണക്ക് അങ്ങനെ കേട്ടോ. പിന്നെ ചിലപ്പോൾ നേരത്തെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ജീപ്പുകളൊന്നും സാധാരണ ഈ സ്ഥലങ്ങളിൽ കാണാറില്ല കേട്ടോ. ഈ ചാവക്കാട് ഭാഗത്തുനിന്ന് അങ്ങനെ ജീപ്പുകൾ അധികം കാണാറില്ല. വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ഈ പാലക്കാട് അവിടെയൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ഉള്ളത്. ഇടുക്കി, അതുപോലെ പാലക്കാട്, വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കൂടുതലും മലമ്പ്രദേശങ്ങളിലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്യാപ്പ് വന്നു കേട്ടോ. ഡ്രൈവർ ചേട്ടൻ കൈ കൊണ്ട് ഇങ്ങനെ സിഗ്നൽ തന്നു കയറി പോയിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മല്ലാട് എന്ന് പറയുന്നൊരു സെൻറ്ററാണ് ഈ റൂട്ടിലെ. അവിടേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചായക്കട നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ഇതിനിടയ്ക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് നിർത്താൻ പറ്റിയില്ല. പിന്നെ റിവേഴ്സ് എടുത്തിട്ട് പോകാൻ മടിച്ചിട്ട് അടുത്ത തൊട്ടപ്പുറത്ത് വേറൊരു കട കൂടിയുണ്ട്, ബേക്കറി. അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്നുള്ള കണക്കൂട്ടൽ പോവുകയാണ്. ഇവിടെ കുറച്ചപ്പുറത്തൊരു ബേക്കറിയിലുള്ള ആ ഒരു ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തൊന്നും ഒരു ചായക്കട ഇല്ല കേട്ടോ. പിന്നെ ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ചായക്കട ഈ റൂട്ടിലുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞ ചായ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ മെഷീൻ ചായയാണ് കേട്ടോ, മറ്റേ സമൂഹറിലെ ചായ അല്ല, മെഷീനിലുള്ള ചായയാണ്. പിന്നെ അതിൻ്റെ കൊണ്ടുവന്ന ഗ്ലാസ് നോക്കിയാൽ അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഗ്ലാസ്സാണ്. ഇപ്പോൾ കടന്നുപോയ ബസ്സിൻ്റെ പേര് PKB എന്ന് പറയുന്നൊരു ബസ്സാണ് കേട്ടോ. ഈ റൂട്ടിൽ ഒരുപാട് കൊല്ലം മുമ്പേ ഉള്ളൊരു ചുരുങ്ങിയത് 25 വർഷമെങ്കിലായിട്ടുള്ളൊരു സർവീസാണ്. അതുപോലെ ചായയുടെ ഒപ്പം ഉഴുന്നുവട കൂടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്, ആ ഒരു മൊരിച്ചിൽ പോയി ഉഴുന്നുവടയുടെ. പിന്നെ അടുത്ത വേറെ ബസ് വരുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ വന്ന റൂട്ടില്ലേ, ആ റൂട്ടിൽ കൂടെ ഉള്ളൊരു ബസ്സാണ് കേട്ടോ. കുറച്ചുകൂടി ഞാൻ കാണിച്ചില്ല, കുറഞ്ഞൊരു എന്ന് പറയുന്നത്.